മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2-3 പുതിയ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കൂനിയയെ ഏതാണ്ട് സൈൻ ചെയ്ത് ടീമിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞു. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള ബ്രയൻ എംബൂമോ പുള്ളി യുണൈറ്റഡിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത ഡേവിഡ് ഓൺസ്റ്റീൻ ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫബ്രീസിയോ റൊമാനോ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും 2-3 ക്ലബ്ബുകൾ ഇൻട്രസ്റ്റുമായിട്ട് പുള്ളിയുടെ പുറകെ പോയിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്നുള്ള വാർത്തയും ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. പ്രൈസ് ടാഗും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ ലഭ്യമല്ല. എന്തായാലും നെഗോസിയേഷനിലൂടെ ഈ ഒരു ഡീല് സെക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യുണൈറ്റഡ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഇന്റർ മിലാൻ ഒഫീഷ്യലായിട്ട് റാസ്മസ് ഹോയ്ലൻഡിന് വേണ്ടിയിട്ട് യുണൈറ്റഡിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 1-2 സീസണിൽ പുള്ളി ഫോമിലേക്ക് വരുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഹോയ്ലൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഇന്റർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കറുടെ പട്ടികയിൽ ഹോയ്ലാൻഡ് ഉണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. ഒരു നല്ല ഡീലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെ ഓഫ്ലോഡ് ചെയ്താലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമൊന്നും ഇപ്പം ഇല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ചെൽസി ഒരു പുതിയ മിഡ്ഫീൽഡറെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡാരിയോ എസുഗോ. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു വലിയൊരു കോൺട്രാക്റ്റ് ആണ് ഈ യങ്സ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് കളിക്കാൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. 22.5 മില്യന്റെ ഒരു ഡീലാണ് ഈ പോർച്ചുഗീസ് മിഡ്ഫീൽഡറിന് വേണ്ടിയിട്ട് ചെൽസി ക്ലോസ് ചെയ്തിട്ടുള്ളത്. 2033 വരെ കോൺട്രാക്ട് ഉണ്ട്. എന്തായാലും ആ മിഡ്ഫീൽഡിൽ നല്ലൊരു പെർഫോമൻസ് ഈ യങ് പ്ലെയറിന് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ വോൾസിന്റെ പേരായിട്ടുള്ള റയൻ അറ്റ്നൂരി പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി സിറ്റി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലെയറിന്റെ സൈഡിൽ നിന്ന് യെസ് വന്നു, പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആണ് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് ക്ലോസോ ഒരു ഫിഗർ ഒന്നും സിറ്റി ഇതുവരെ ആയിട്ടും പുറത്തു വിട്ടിട്ടില്ല. നെഗോസിയേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും സിറ്റി അവരുടെ ടാർഗറ്റ് ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൈനിങ്സ് അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ ഫ്ലോറിയൻ വിറ്റ്സിന്റെ കാര്യം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പുള്ളി ലെവർകൂസിനെ ഒഫീഷ്യലായിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ സീസണിൽ ക്ലബ്ബ് വിടാൻ താല്പര്യമുണ്ട്. ലിവർപൂളാണ് പുള്ളിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. എന്തായാലും 60 to 100 മില്യന്റെ റേഞ്ചിലുള്ള പൈസയൊക്കെയാണ് ലെവർകൂസിന് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് കേൾക്കുന്നു. പക്ഷേ ലിവർപൂൾ ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഇന്റർ മിലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാൻ തോറ്റതിന് ശേഷം ഇൻസാഗി ഈ സീസണോടെ ടീം വിടുന്നു എന്നുള്ള വാർത്ത ഏതാണ്ട് ശക്തമായി. അൽ ഹിലാൽ പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് ഇപ്പൊ രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഇനീഷ്യൽ ഗ്രീൻ ലൈറ്റിന് വേണ്ടിയിട്ട് പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇൻസാഗി ചിലപ്പോൾ ഇന്റർ മിലാനെ ബോർഡിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പുള്ളി പോവാൻ താല്പര്യമുണ്ടെന്നുള്ള ഒരു കാര്യം ഇൻഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. വലിയൊരു കോൺട്രാക്ട് ആയിരിക്കും ചിലപ്പോൾ ഇൻസാഗിക്ക് അൽ ഹിലാൽ ഓഫർ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.